ഹലോ അല്ല സാർ 23 കിലോമീറ്റർ ഇപ്പുറത്തായിട്ട് ഞാൻ കിടക്കണം. 43 ഹലോ ഹലോ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായില്ലേ? ഓക്കെ. 43 മണിക്കൂർ എടുക്കും. കൊച്ചിയിൽ ഓൺലൈൻ ടാക്സിക്കാർ ഒരു സമരം നടത്തി. എല്ലാ മീഡിയകളും അത് റിപ്പോർട്ട് ചെയ്തതാണ്, എല്ലാവരും അറിഞ്ഞതാണ്. പക്ഷേ എറണാകുളത്ത് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ പണിമുടക്കിൽ. ഊബർ അടക്കമുള്ള വൻകിട കമ്പനികൾ തൊഴിൽ ചൂഷണം ചെയ്യുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. വിവിധയിൽ ഇന്ന് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ ശ്രദ്ധയിലേക്കാണ്. കൊച്ചിയിൽ ഇന്ന് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ പണിമുടക്കാണ്. വൈകിട്ട് 6 മണി വരെയാണ് ഈ പണിമുടക്ക് ഉണ്ടാവുക. ഇതേ സമരം നടത്തിയ അന്ന് തന്നെ ഒരു ചേച്ചിക്കുട്ടി സമരത്തെ പൊളിക്കാനായി രംഗത്തിറങ്ങി. സ്ത്രീകൾ ഓൺലൈൻ മേഖലയിലേക്ക് വരണം എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. പക്ഷേ സമരത്തിന് അന്ന് വന്ന് ഓടിയത് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെയും പിടികിട്ടിയിട്ടില്ല. ഏതായാലും നമുക്ക് ആ ചേച്ചിയുടെ വോയിസ് റെക്കോർഡ് ഒന്ന് കേൾക്കാം. കാരണം ചേച്ചിയെ ഓൺലൈൻ ബുക്ക് ചെയ്ത ആരോ റെക്കോർഡ് ചെയ്ത ഒരു വോയിസാണ് എനിക്ക് വാട്സപ്പിലൂടെ കിട്ടിയത്. ആ വോയിസ് കേട്ടിട്ട് നമുക്ക് ഇതിനോട് ബാക്കി പ്രതികരിക്കാം. ജോണേ, ഇറങ്ങി വന്നാൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഞാൻ കിടക്കണം. 43 ഹലോ ഹലോ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായില്ലേ? ഓക്കെ. 43 മണിക്കൂർ എടുക്കും. അതെ, ഇവിടെ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ വെയിറ്റ് ചെയ്ത് വരാൻ പറ്റുമോ? വെയിറ്റ് ചെയ്യാം, കാരണം ഇന്ന് ടാക്സി ഇല്ല. അതായത് ഓൺലൈൻ ടാക്സി എല്ലാം സ്ട്രൈക്കിലാണ്. അപ്പൊ ഇത് ഓൺലൈൻ ടാക്സി അല്ല? ഓൺലൈനാണ്, ഊബറാണ്. പക്ഷെ ഞാൻ ഒരു സംഘടനയിൽ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. ഓക്കെ, വരാൻ പറ്റുമോ? ഇത് എവിടേക്കാണ് ലൊക്കേഷൻ? വടുതല പോകാനാണ്. അത് ഹൈ റേറ്റും ആണ്, പക്ഷെ എനിക്ക് വേറെ വണ്ടി കിട്ടാൻ വഴിയില്ല ഇവിടെ. റേറ്റ് വരും. റേറ്റ് ഇന്ന് വണ്ടി ഇല്ല, അത് കാരണം എല്ലാവർക്കും റേറ്റ് കൂടുതലാണ് ഇന്ന്. അത് സാറേ ഏത് വണ്ടി ചെയ്താലും റേറ്റ് വരും. പ്രീപെയ്ഡ് ടാക്സി ഇല്ലെന്നേ എനിക്ക്. അല്ല, ഇതെങ്ങനെ? ഞാൻ വെയിറ്റ് ചെയ്യട്ടെ. ഞാനൊരു കോപ്പി പിടിച്ച് വേറെ ഇവിടെ ഇരിക്കാം. എനിക്ക് വണ്ടി അത്യാവശ്യമായിരുന്നു. ഞാൻ വരാം. 42 മിനിറ്റ്സ് ഉണ്ട് ടഞ്ഞി. അല്ല, ഞാൻ ഒരു കോഫി ഷോപ്പിലുണ്ട്. അവിടെ എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് എനിക്ക് ഇൻഫോം ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. താങ്ക്സ്. 23 കിലോമീറ്റർ ഓടാൻ 45 മിനിറ്റ് വേണം. ആ 45 മിനിറ്റ് വണ്ടി ഓടിച്ചെന്ന് വിട്ട് വേണം ഈ കസ്റ്റമറെ ഈ ചേച്ചിക്ക് പിക്ക് ചെയ്യാനായിട്ട്. സ്വാഭാവികമായിട്ടും ഒരു 5 കിലോമീറ്റർ ഓടി എത്തിയാൽ പോലും ഈ ഊബർ എന്ന പ്ലാറ്റ്ഫോം നമുക്ക് ഓടി എത്തുന്ന ആ സമയം വരെയുള്ള 1 രൂപ പോലും ഊബർ തരില്ല. അപ്പോൾ ഈ ചേച്ചിയാണ് ഈ 22-23 കിലോമീറ്റർ ഓടി 45 മിനിറ്റ് എടുത്തിട്ട് ആളെ പിക്ക് ചെയ്യാൻ പോകുന്നത്. 1 രൂപ പോലും അതിന് ഊബർ കൊടുക്കില്ല. അപ്പോൾ എന്തായിരിക്കും ഇവരുടെയൊക്കെ ഉദ്ദേശം? എന്തായിരിക്കും? സമരത്തെ പൊളിക്കുക എന്ന് പറഞ്ഞാൽ കുത്തക മുതലാളിമാർക്ക് കൂട്ടു നിൽക്കുക എന്നൊരു ഉദ്ദേശം മാത്രമാണ് ഇങ്ങനെയുള്ള ചേച്ചിമാർക്ക് ഉള്ളത്. ഇവിടെ ചേച്ചിമാർ മാത്രമല്ല, ഒരുപാട് ചേട്ടന്മാരും ഓടി. അപ്പോൾ എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ചേച്ചി പറയുന്നുണ്ട് ഞാനൊരു സംഘടനയിലും ഇവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ അന്നേ ദിവസം എന്ന് പറഞ്ഞാൽ സമരം നടത്തിയ അന്നേ ദിവസം ഓൺലൈൻ ഓടിയ എല്ലാ ഡ്രൈവർമാരും പറയുന്നത് ഞാനൊരു സംഘടനയിലും ഇല്ല. പക്ഷേ ഈ ഡ്രൈവർമാരും ഇതേപോലത്തെ ചേച്ചിമാരും എന്നെ കേൾക്കുന്ന ഓൺലൈൻ മേഖലയിലല്ലാത്ത ആളുകളും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ഈ സംഘടനകൾ ഇതേപോലെ ഒരുപാട് സമരങ്ങൾ ഈ 10-11 വർഷം കൊണ്ട് നടത്തിയതിൻ്റെ ഫലമാണ് ഇന്ന് ഈ കൊച്ചിയിലെ റോഡുകളിൽ ഒരു പേടിയും കൂടാതെ ഓടാൻ സാധിക്കുന്നത്. പഴയ കാലത്തെ ഊബർ ഡ്രൈവർമാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. അതിപ്പോൾ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ആയാലും ശരി, അതിപ്പോൾ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ആയാലും ശരി, സൗത്തിലായാലും ശരി, പാലാരിവട്ടം ആയാലും ശരി, എന്തിനേറെ ഈ എയർപോർട്ടായാലും ശരി, ഊബർ ടാക്സിക്കാരെ കണ്ടാൽ കല്ലെറിഞ്ഞ് ഓടിക്കുന്ന തൊഴിലാളികളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിനൊരു അങ്ങനെയില്ല. നിങ്ങൾ വെറുതെ സംസാരിക്കുന്നത്. ഞാൻ കംപ്ലൈന്റ് ചെയ്താണ്, നിങ്ങൾക്കറിയാലോ. അല്ല, ഷോ ഒന്നുമല്ല. എനിക്ക് ട്രിപ്പ് എടുത്ത സമയം കഴിയാണ്, ഞാൻ ക്യാൻസൽ ചെയ്തില്ല. എന്തായാലും പോകും. ഞങ്ങളിവിടെ ജീവിക്കാൻ കിടക്കും. ഞങ്ങൾ കിടക്കുന്നത് ജീവിക്കാണ്. ഇവിടെ ആരും ഇരിക്കത്തില്ല. ഞങ്ങളിവിടെ നിന്നോട് മര്യാദയൊക്കെ പറഞ്ഞു. മര്യാദക്കല്ലല്ലോ പറഞ്ഞേ. മര്യാദക്കല്ലല്ലോ പറയുന്നത്. ഞങ്ങൾ വ്യക്തിയായിട്ട് പറഞ്ഞു. മര്യാദക്കാണെങ്കിൽ കുഴപ്പമില്ല. മര്യാദക്കല്ലല്ലോ പറയുന്നത്. അതാ പറഞ്ഞില്ല. ഞങ്ങൾ പറഞ്ഞു വണ്ടി എടുത്തിന് പോകാൻ പറഞ്ഞു. എടുക്കാനല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടെ ഓടി വന്ന മര്യാദക്കല്ലല്ലോ പറയുന്നത്. മര്യാദക്കല്ലല്ലോ പറയുന്നേ. ഇല്ല, ഞാൻ പോലീസ് വന്നിട്ടേ പോകുന്നുള്ളൂ. അത്രേ ഉള്ളൂ. അതിനൊരു മാറ്റം വന്നത് എന്തുകൊണ്ടാണ്? ഈ ഒറ്റയാൾ സമരം കൊണ്ടാണോ? അല്ല, ഇതേപോലത്തെ സംഘടനകൾ കൊണ്ട് മാത്രമാണ് അതിനൊരു മാറ്റം വന്നത്. ബഹുമാനപ്പെട്ട ഒരു ഹൈക്കോടതിയുടെ വിധിയും നേടിയെടുത്തു.
ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർക്ക് ആവശ്യമായ സുരക്ഷ ഒരുക്കണമെന്ന് ഹൈക്കോടതി. ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് അസോസിയേഷൻ നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. ാണ് ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിയിലെത്തിയത്. തങ്ങൾക്ക് സുരക്ഷ വേണമെന്നായിരുന്നു ആവശ്യം. ഹർജി കാര്യത്തിൽ DGP ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചു. നിയമവിധേയം എവിടെ നിന്നും ഊബറിന് പിക്കപ്പും ചെയ്യാം, ഡ്രോപ്പും ചെയ്യാം. അത് ഇന്ത്യയിലെ ഒരു മനുഷ്യന്റെ അവകാശമാണ്. ആ അവകാശത്തെ പോലും ഈ സംഘടനകൾ നേടിയെടുത്ത് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ യൂത്തായ ചേച്ചിമാരും ചേട്ടന്മാരും സംഘടനകളൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഇവിടെ ഓടും. പക്ഷേ ഇവർ ചിന്തിക്കുന്നില്ല, ഇവിടെ ഓടാൻ പറ്റാത്തൊരവസ്ഥയിൽ ഈ സംഘടനകൾ മുന്നിട്ടിറങ്ങി തല്ലും കൊണ്ട് നിന്ന് നേടിയെടുത്തതാണ് ഈ പ്രസ്ഥാനത്തിൽ ഇവിടെ ഓടാൻ വേണ്ടി. അപ്പോൾ ആ സംഘടനകൾ ഒരു സമരം നടത്തുന്നത് വെറുതെ ആയിരിക്കുമോ? അല്ല, സമരം നടത്തിയതിൻ്റെ കാരണങ്ങളും പറഞ്ഞുതരാം. 10 പൈസ ഈ പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമും നമുക്ക് അവോയ്ഡ് തരുന്നില്ല, മനസ്സിലായോ? അവർ നമ്മൾ കുഴുക്കളെ പോലെയാണ്, അവർ നമ്മൾ അവോയ്ഡ് ചെയ്യും. നിങ്ങൾ ചത്ത അടുത്ത ആൾ വരും എന്നുള്ള ഒറ്റ ആറ്റിറ്റ്യൂഡാണ്. അല്ലാതെ ഒരു ഡ്രൈവിന് ഒരു സംരക്ഷണം എന്ന് പറയുന്ന കേസ് കേട്ട് ഈ ഓൺലൈൻ ടാക്സി ഒരു കമ്പനികളും നമുക്ക് തരുന്നില്ല. അങ്ങനെ വെറും, അതായത് അവർക്ക് ഏറ്റവും വലുതെന്ന് പറയുന്നത് കസ്റ്റമേഴ്സാണ്, അല്ല ഡ്രൈവേഴ്സ് അല്ല. നമ്മൾ സ്വന്തം പൈസ മുടക്കി ഒരു വണ്ടി നമ്മൾ സ്വന്തമായിട്ട് എടുത്ത് അതിന്റെ EMI കൊടുത്ത് അതിന്റെ എല്ലാ മെയിൻ്റനൻസും ചെയ്ത് കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്ത് വണ്ടി ഓടിക്കുന്നത് നമ്മളാണ്. നമ്മളെ വെറും പട്ടികളെക്കാളും താഴ്ന്ന നിലയിലാണ് ഇവർ കാണുന്നത്, മനസ്സിലായി? ആ ഒരു കാര്യം നമ്മൾ മാറ്റി തരണം. അത് കമ്പനികൾ കറക്റ്റായിട്ട് മാറ്റും. നമുക്ക് നമ്മുടെ അവകാശങ്ങൾ തരണം. അത് ഗവൺമെന്റ് അതിനകത്ത് ഇടപെട്ടേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുന്നത്. ഇവിടെ മിനിമം വേതനം ഉറപ്പാക്കണം. ഞങ്ങളെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണം. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ജീവിക്കണം. ഇതെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ സർക്കാരുകൾക്ക് കൊടുത്തിട്ട് അതിനൊരു പിന്തിരിപ്പൻ മനോഭാവമാണ് ഈ നേരം വരെയായിട്ടും സർക്കാർ അതിന് നടപടിയെടുത്തിട്ടില്ല. ഇതിനെ ഒരു നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവന്നിട്ടില്ല. ഈ കമ്പനികൾക്ക് ഒരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഇതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള താക്കീതാണ് ഇന്ന് ഓൺലൈൻ കമ്മ്യൂണിറ്റിയുടെ പേരിൽ ഇവിടെ നടക്കുന്ന സൂചനാ പണിമുടക്ക്. ആദ്യം അവർ പറയുന്നത് പ്ലാറ്റ്ഫോം ഫീസ് ഒഴിവാക്കാൻ. എന്തായിരിക്കും പ്ലാറ്റ്ഫോം ഫീസ്? ഒരാൾ ഒരു വണ്ടിയും എടുത്ത് അതിൽ ഇന്ധനവും നിറച്ച് അന്ന് റോട്ടിൽ കിടക്കുകയാണ്, ഊബറും ഓണാക്കി വെച്ചുകൊണ്ട്. അന്നത്തെ ദിവസം അയാൾക്ക് ആ ട്രിപ്പ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിലേക്ക് പോരും. അപ്പോൾ പുള്ളി എറണാകുളത്തിൻ്റെ പല ഭാഗങ്ങളും പോയി കിടന്ന അയാൾക്ക് അന്ന് ട്രിപ്പ് കിട്ടിയില്ല. കൈ നഷ്ടം, എണ്ണ അടിച്ചതിൻ്റെ നഷ്ടം, സമയനഷ്ടം, അന്നത്തെ ദിവസം പോയി. പക്ഷേ ഈ ഊബറിൻ്റെ ആപ്പ് ഓണാക്കിയതിൻ്റെ പേരിൽ 49 രൂപ ഈ കമ്പനിക്ക് ഇയാൾ കൊടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, ഒരു ട്രിപ്പ് പോലും കിട്ടിയതുമില്ല, അത് ഓണാക്കിയതിൻ്റെ പേരിൽ 49 രൂപ കൊടുക്കണം. അപ്പോൾ ഇത് അംഗീകരിക്കാൻ പറ്റും? ഇനിയിപ്പോൾ ട്രിപ്പ് കിട്ടി എന്ന് വെച്ചോ, ഒരു 200 രൂപയുടെ ട്രിപ്പ് കിട്ടി. ആ ട്രിപ്പ് ഓടി അയാൾ അവിടെ എത്തി, ആ ട്രിപ്പിൻ്റെ കമ്മീഷൻ ഊബറിന് കൊടുക്കണം. നേരത്തെ പറഞ്ഞ ഈ 49 രൂപയും കൊടുക്കണം. അപ്പോൾ അയാൾക്ക് എന്തുണ്ട് കയ്യിൽ? ഒന്നുമില്ല. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം ഫീ ഒഴിവാക്കാൻ ആണ് ഒന്നാമത്തെ സമരം, അവരുടെ അജണ്ടയിലെ ഒന്നാമത്തെ സമരം. പിന്നെ അടുത്ത കാരണം പറയുന്നത്, എറണാകുളത്ത് വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കും അറിയാം, ഒരു 5 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ എങ്ങനെയായാലും ഒരു 40 മിനിറ്റ് വേണം. ബ്ലോക്കുള്ള ദിവസത്തെ കാര്യമാണ്. അപ്പോൾ ഈ ബ്ലോക്കുള്ള ദിവസം ഒരു 5 മിനിറ്റ് വണ്ടി ഓണായി കിടക്കുകയും അതിൽ AC ഓണായി കിടക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ ഇന്ധനം നഷ്ടമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ ബ്ലോക്കിൻ്റെ ഫീയും കൂടി ആഡ് ചെയ്യണം എന്നാണ് രണ്ടാമത്തെ അജണ്ട. അത് ഇവർ പറയുന്നത് 100% ശരിയല്ലേ? മറിച്ച് ബ്ലോക്കുള്ള സമയത്ത് നമ്മൾ ആ AC ഓഫ് ചെയ്ത് നോക്കി, വണ്ടിയിൽ കയറുന്ന കസ്റ്റമർ അപ്പം മിണ്ടിയില്ലെങ്കിലും ഇറങ്ങാൻ നേരത്ത് അതിലൊരു റൈറ്റിംഗ് ഉണ്ട്. ഡ്രൈവർ എങ്ങനെ ഉണ്ടായിരുന്നു, വണ്ടി ക്ലീൻ ആയിരുന്നു. പക്ഷേ അവർ ആ റൈറ്റിങ്ങിൽ ബാഡായിട്ടുള്ള റൈറ്റിംഗ് കൊടുക്കും, AC ഇട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഊബർ ഈ കണക്ടിവിറ്റികളൊക്കെ നേരത്തെ തന്നെ റെക്കോർഡ് ചെയ്ത് ഒരു അൽഗോരിതമായി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഊബർ സ്വാഭാവികമായിട്ടും കസ്റ്റമർ ചെയ്യുന്ന ഫീഡ്ബാക്കേ നോക്കുള്ളൂ. അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് ഒരിക്കലും ആ ഡ്രൈവറിനോട് മെസ്സേജ് ചെയ്ത് ചോദിക്കില്ല, എന്തുകൊണ്ട് കസ്റ്റമർ ഇങ്ങനെ പറഞ്ഞോളൂ. നെഗറ്റീവ് ഫീഡ്ബാക്ക് അത് ഡ്രൈവറിനെ ബാധിക്കും. അപ്പോൾ അവർ പറയുന്നത് ശരിയാണ്, ബ്ലോക്കിൽ അവർ കിടക്കുന്നതിൻ്റെ അതിൻ്റെ ഫെയറും കൂടി അവർക്ക് കിട്ടണം. അങ്ങനെ ഈ ഡ്രൈവർമാർക്ക് ഉണ്ടാകുന്ന ഈ നഷ്ടങ്ങളെ കുറിച്ചാണ് ഇവർ ഈ സമരം നടത്തുന്നത്. അപ്പോൾ ഈ സമരം നടത്തുന്നത് ഇപ്പോൾ ഓടുന്ന ഈ ചേച്ചിമാർക്കും ഈ അന്ന് ഓടിയ കുറേ വേട്ടാവളിയന്മാർക്കും കൂടിയാണ് ഈ സമരം നടത്തിയതെന്ന് ഇവർ ആലോചിക്കുന്നില്ല. ഏകദേശം ഒരു 10,000-ൽ താഴെയും 6,000-ന് മുകളിലും ഓൺലൈൻ ടാക്സിക്കാർ എറണാകുളത്തുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം തന്നെയാണ്. അതിൽ ഒരു 5,000 പേരോളം സമരത്തിൽ പങ്കെടുക്കുകയോ ബാക്കി 2,000-ഓ 3,000-ഓ പേരോ ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ സർവീസ് നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സമരക്കാരെ മണ്ടന്മാരാക്കി ഓടിക്കാൻ തീരുമാനിക്കുന്നവർ ഈ സമരക്കാർ ഇന്നും നേടിയ അതേ ഗുണം അവരും പങ്കുപറ്റുകയില്ല. പിന്നെ സമരമെടുക്കുന്ന ദിവസം 400 രൂപയുടെ ഒരു ട്രിപ്പാണെങ്കിൽ അത് 1000 രൂപയായി മാറും. ആ 1000 രൂപ എങ്ങനെയെങ്കിലും പിടിച്ച് പറിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ബാക്കിയുള്ള കരിങ്കാലികളും ഓടിയത്. ഊബർ, ഒല, റാപ്പിഡോ, പിന്നെ കേരള സഫാരി
അത് നമ്മുടെ കേരള ഗവൺമെൻറ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതായിരിക്കും കറക്റ്റ് വ്യക്തമായിട്ട് വന്നിട്ടില്ല, ഗവൺമെൻറ് തന്നെയാണെന്ന്. അതേപോലെ തന്നെ വീണ്ടും ഓരോ ആപ്പുകൾ, ഈ ആപ്പുകളെല്ലാവരും മത്സരിച്ച് റേറ്റ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. 300 രൂപക്ക് പോകേണ്ട ട്രിപ്പ് ഒരാപ്പ് 250 ആക്കുമ്പോൾ അടുത്ത ആഴ്ച അടുത്ത ആപ്പ് അത് 260 ആക്കി മാറ്റും. അപ്പോൾ ഈ ആപ്പുകൾ കസ്റ്റമറെ പിടിക്കാനുള്ള ഈ മത്സരത്തിൽ ബലിയാടാവുന്നത് ഇവിടുത്തെ ഓരോ ഡ്രൈവർമാരാണ്. അപ്പോൾ ഈ ആപ്പുകളുടെ മത്സരിക്കുന്ന ബുദ്ധി നല്ലതാണ്, പക്ഷേ എല്ലാത്തിനും ഏകീകരണമായ ഒരു ചാർജ് വേണം എന്നാണ് ഈ സമരക്കാർ പറയുന്നത്. അതൊരു നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ അത്യാവശ്യം റേറ്റ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കേരള സഫാരി ഗവൺമെൻറ്റിൻ്റെ ആപ്പ് എന്ന് പറയുന്ന ആപ്പ് തന്നെയാണ്. പക്ഷേ അതിലും റേറ്റ് കുറച്ച് ഈ ഒലയും ഊബറും റാപ്പിഡോയും അങ്ങനെയുള്ള ആപ്പുകൾ റേറ്റ് കുറച്ച് കൊടുക്കുമ്പോൾ സാധാ ഒരു കസ്റ്റമർ എപ്പോഴും റേറ്റ് കുറവുള്ള ആപ്പേ തിരഞ്ഞെടുക്കുകയുള്ളൂ. കാരണം ഏത് ആപ്പിൽ വിളിച്ചാലും വരുന്നത് ഒരേപോലത്തെ വണ്ടിയാണ്. അപ്പോൾ റേറ്റ് കുറഞ്ഞ ആപ്പാണ് അവർ യൂസ് ചെയ്യുള്ളൂ. അത് ഏതൊരു കസ്റ്റമർ ആയാലും ശരി അങ്ങനെ തന്നെ വരുകയുള്ളൂ. പക്ഷേ ഈ ആപ്പുകളെല്ലാം ഏകീകരണമായ ഒരു റേറ്റ് വേണം എന്നാണ് ഈ സമരക്കാർ പറയുന്നത്. കാരണം ആപ്പുകളുടെ മത്സര ബുദ്ധിയിൽ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബലിയാടാവുന്നത് ഈ ഓൺലൈൻ ടാക്സിക്കാരാണ്. പക്ഷേ ഈ സമരത്തെ പോലും വകവെക്കാതെ സ്വന്തം താല്പര്യമാണ് വലുത് എന്ന് പറയുന്ന, ഞാൻ നേരത്തെ നിങ്ങൾ വോയിസ് കേട്ട അതേപോലത്തെ ചേച്ചിമാരും പിന്നെ കുറേ ചേട്ടന്മാരും ഉണ്ട്. അവർക്ക് അവരുടെ കാര്യമാണ് വലുത്. പക്ഷേ ഇവരുടെ വണ്ടിയൊക്കെ റോഡിൽ ഒന്ന് പഞ്ചറായോ ആക്സിഡൻ്റ് ആയോ കിടന്നാൽ ഇവർ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്പുകാരും ഇവരെ സഹായിക്കാൻ വരില്ല. അതിലേ പോകുന്ന ഏതെങ്കിലും ടാക്സിക്കാരാണ് അവരെ സഹായിക്കാനായിട്ട് വരുന്നത്. പക്ഷേ ഇവർ അത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഈ കരിങ്കാലികളുടെ പട്ടികയിൽ തന്നെ ഉൾപ്പെടുത്തണം. പക്ഷേ സമരം വിജയിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇനി അങ്ങോട്ട് നിയമപരമായും നമ്മുടെ ഇനിയും ഒരു 45 ദിവസം സമയം കൊടുക്കും. അതിനുള്ളില് ഇൻക്ലാബ്